ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് മെയിനായിട്ട് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം പെട്ടെന്നൊരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാൻ ചെയ്തതും കുറച്ച് വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ആ ഡിന്നർ പാർട്ടി ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ളതും അതുപോലെ നമ്മളുടെ യൂട്ടിലിറ്റി ഏരിയയുടെ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഇത് രണ്ടുമാണ് കേട്ടോ ഇന്ന് മെയിൻ കാണിക്കുന്നത്. അപ്പോൾ സമയം രാവിലെ 6:30 ആയിട്ടുണ്ട്. 5:30 എഴുന്നേറ്റ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 6:30 ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു പുതിയ ശീലം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം. ഒരു അരമണിക്കൂറേ നടക്കുകയുള്ളൂ കേട്ടോ. അരമണിക്കൂർ കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ചെറിയൊരു എക്സസൈസ് കിട്ടും. പ്രത്യേകിച്ച് ഇത് കയറ്റം ഇറക്കിയൊക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് ഒന്ന് സ്പീഡിൽ നടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വർക്കൗട്ട് കിട്ടും. അപ്പോൾ ഇന്ന് കിട്ടിയ കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ചെമ്പരത്തി ഇലയും പൂവൊക്കെ പൊട്ടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ട്രാക്സിൻ്റെ പോക്കറ്റിൽ ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ചെമ്പരത്തി പൂവ് ഇട്ടിട്ടുണ്ട്, പിന്നെ മുരിങ്ങയില, അതുപോലെ ഇപ്രാവശ്യം കിട്ടിയതാണ് കുറച്ച് മൈലാഞ്ചി ഇല. അത് കണ്ടപ്പോൾ അതും പറിച്ചു. പിന്നെ എന്തായിരുന്നു, പിന്നെ കുറച്ച് ആര്യവേപ്പില. അപ്പം ഇത്രയും സംഭവങ്ങൾ കിട്ടി. ഇത് എല്ലാം തന്നെ നല്ല മുടിക്കൊക്കെ ആണെങ്കിലും നല്ല ഐറ്റംസാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം കൂടി അങ്ങ് അരിച്ച് നല്ലൊരു പേസ്റ്റാക്കി എടുത്തു. കൂട്ടത്തിൽ നമ്മുടെ ഉലുവ കരിഞ്ജീരകം ഓയിലും. അപ്പോൾ അത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഈ ഒരു പാക്ക് ഇടുമായിരുന്നു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനൊരു ഡിന്നർ പാർട്ടി പ്ലാൻ ചെയ്തതും അത് എങ്ങനെ കൊണ്ടുപോയി എന്നുള്ളതുമാണ്. അപ്പോൾ ഇത് തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാം. അപ്പോൾ വരുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വാട്ടർമെലൺ ജ്യൂസ്, പിന്നെ നമ്മുടെ മെയിൻ ഫുഡ് അതായത് ഇടിയപ്പവും അപ്പവും, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും, അതുപോലെ കുറച്ച് മന്തി റൈസ് വാങ്ങിക്കാമെന്നും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സേമിയ പുഡിങ്ങും അല്ലെങ്കിൽ ബാസ്കിൻ റോബിൻസ് ഐസ്ക്രീം, ഇത് രണ്ടും എഴുതി വെച്ചു. അതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ്, ആപ്പിൾ, വാട്ടർമെലൺ അങ്ങനെ എന്തെങ്കിലും, പിന്നെ കുറച്ച് വെജിറ്റബിൾ, മെയിൻലി നോൺ വെജ് കറികളല്ലേ, അപ്പോൾ ക്യാരറ്റ്, കുക്കുംബർ, അതാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. ചെറിയൊരു സിമ്പിൾ മെനു ആണ്, പക്ഷേ ആൾക്കാർ കൂടുതലുണ്ട്. ഒരു 10ഓളം ആൾക്കാർ നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി അധികം വേണം. അപ്പോൾ ഈ ഗസ്റ്റ് വരുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ബീഫും ചിക്കനും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 1.5 കിലോ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം കറിയാക്കാം. പിന്നെ അതുപോലെ ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ പണി തീരുമല്ലോ. പിന്നെ അപ്പത്തിനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഒരു 5 മണിയാകുമ്പോഴത്തേനും അവർ വരുന്നുള്ളൊരു ന്യൂസ് കേട്ടപ്പോൾ അപ്പത്തിൻ്റെ കാര്യം ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം ഇത് പൊങ്ങി കിട്ടാനൊക്കെ പാടല്ലേ. പകരം പത്തിരി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അത് ആ ചിക്കന് മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും, ഉള്ളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പിന്നെ പെരിഞ്ജീരകം, പിന്നെ ചതക്കാത്ത കുരുമുളക്, ഉരുണ്ട ഇതിലുള്ള കുരുമുളകില്ലേ അത്, പിന്നെ എന്തായിരുന്നു ഗരം മസാല, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. അതിനുശേഷം അതിലോട്ട് മുളക് പൊടിയും ചേർക്കും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി എടുക്കും. ഈ മിക്സാണ് ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയായി. പിന്നെ എനിക്ക് ഒരുപാട് അങ്ങ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. അപ്പോൾ ഗസ്റ്റ് 5 മണിക്ക് വരും, 6 മണിക്ക് അവർക്ക് തിരിച്ചു പോകണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ ഇച്ചിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പണി തുടങ്ങി. പക്ഷേ അവർ വരാൻ ലേറ്റായി. അപ്പം എന്തായാലും സാരമില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് അധികം ഇടിയപ്പം, ഒരു 3 നാഴിയോളം ഇടിയപ്പം അധികം തന്നെ ഉണ്ടാക്കി. പിന്നെ ഒരു 5 പാക്കറ്റ് പത്തിരിയും വാങ്ങി. അപ്പോൾ അതായിരുന്നു മെയിൻ ഫുഡ്. അപ്പത്തിൻ്റെ പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ചെയ്തത് വാട്ടർമെലൺ ജ്യൂസ് ചെയ്തു. വാട്ടർമെലൺ ജ്യൂസ് നല്ലതാട്ടോ. നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടി കുറച്ച് അതിൽ ലെമണും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇടിയപ്പവും പത്തിരി എടുത്തു, തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുത്തു, ചിക്കൻ ഫ്രൈ ചെയ്തു, ബീഫ് കറി, പിന്നെ കുക്കുംബറും ക്യാരറ്റും അരിഞ്ഞു വെച്ചു. പിന്നെ സ്നാക്ക് പോലെ കഴിക്കാൻ ഒരു ചിക്കൻ റോള്, വെജിറ്റബിൾ ഫില്ലിങ്ങോട് കൂടി ഒരു ചിക്കൻ റോളും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാസ്കിൻ റോബിൻസ് ഐസ്ക്രീം വാങ്ങി. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ പാർട്ടി. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രയാസം ഉണ്ടാവുമല്ലോ.
അതുപോലെ നമ്മൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ സമയം അനുസരിച്ച് ഉള്ള ഒരു മെനു പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. നമ്മൾ ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊടുക്കാനുള്ള ആ ഒരു ആവേശത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നാവില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും അറിയുന്ന റെസിപ്പി വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതുപോലെ കുറച്ച് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലും നന്നായിരിക്കും. ഒരുപാട് ഐറ്റംസ് ഒന്നും ബാക്കി വന്നില്ല, കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് അടുത്ത ദിവസം കുറേ എളുപ്പമായിരുന്നു. ഇത് അവർ കൊണ്ടുവന്ന കേക്കാണ്, ആൽമണ്ട് ആൻഡ് കാരമൽ കേക്ക്. നല്ല കേക്കായിരുന്നു കേട്ടോ, നിറയെ ആൽമണ്ട് ഫ്ലേക്സ് ഒക്കെ ആയിട്ട്. പിന്നെ അതുപോലെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, കോഴിവട, കുട്ടികൾക്ക് ചോക്ലേറ്റ്, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഫുഡ് ബാക്കിയുള്ളതുകൊണ്ട് കുക്കിംഗ് കുറവായിരുന്നു. അതുകൊണ്ട് ക്ലീനിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. യൂട്ടിലിറ്റി ഏരിയയുടെ ക്ലീനിങ് ആണ് അന്ന് ചെയ്തത്. പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോ ഇതിന് മുന്നേ ഞാൻ ക്ലീൻ ചെയ്തൊരു ദിവസത്തെ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് എപ്പോൾ കണ്ടാലും നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലോ, അതാണ് ഇതിൽ ആഡ് ചെയ്തത് കേട്ടോ. ഈ ഒരു സെക്ഷൻ കുറേ നാളായിട്ട് നെഗ്ലക്റ്റ് ചെയ്തിട്ടിരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കുറച്ച് പണിയുള്ളതാണ്, എന്നാലും ഇതൊന്ന് വൃത്തിയാക്കിയാൽ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് സാധനങ്ങളെല്ലാം തന്നെ മാറ്റി, പിന്നെ അതുപോലെ കുറേ നമ്മളുടെ ക്ലീനിങ് ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തന്നെ ഇങ്ങനെ ഓർഗനൈസ്ഡ് അല്ലാതെ ആയിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ കുറച്ച് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ആ പണിയിലോട്ട് കിടക്കുകയാണ്. ഇത് കുറച്ച് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ഇല്ലേ, അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലതാണല്ലോ, അത് വിചാരിച്ച് അതൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇവിടെ കബോർഡായിട്ടുള്ളത് ഈ ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പം ഈ ഏരിയയിലാണ് ഞാൻ നമ്മളുടെ ക്ലീനിങ് ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ബൾക്കായിട്ട് വാങ്ങിച്ചു വെക്കില്ലേ, അത് എടുത്തു വെക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കണം. നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരു നല്ല പണിയാണ്. കുറച്ചധികം ഒരു റൂമൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ പണി തന്നെയാണ്. അപ്പോൾ നമുക്ക് സമയം നമ്മുടെ കയ്യിലുള്ളപ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ക്ലീനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒത്തിരി കുക്കിങ്ങൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഈ പണി പകുതിയാക്കി വെച്ചിട്ട് പോകേണ്ടി വരും. അപ്പോൾ നമ്മളെപ്പോഴും ക്ലീനിങ് ഒരു ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുമ്പോൾ കുക്കിംഗ് ഒക്കെ കുറവുള്ളൊരു ദിവസം ചൂസ് ചെയ്തിട്ട് തുടങ്ങുക. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള നിരന്ന് കിടന്നിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ആ റൂം ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. അതിനുശേഷം അവിടെ നന്നായിട്ടൊന്ന് തുടച്ചും കൂടി എടുത്താൽ അത്യാവശ്യം വൃത്തിയായി. പിന്നെ ഈ കബോർഡൊക്കെ ഒന്ന് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇടാൻ പറ്റുന്ന ഡസ്റ്റർ വെച്ചിട്ട് ഒന്ന് തുടച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു മൈക്രോഫൈബർ തുണിയുടെ ഡസ്റ്ററാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ പൊടി പോരുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ കബോർഡിൻ്റെ ഉള്ളിലും കൂടി നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ പേപ്പറൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആ മുറിയുടെ സൗകര്യം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു കബോർഡ് വന്നപ്പോൾ. എന്നാലും നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ കുറച്ചൊരു സ്റ്റോറേജ് സ്പേസ് ആണല്ലോ. ഇവിടെ ശരിക്കും എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ അടിച്ചു തുടച്ചതിന് ശേഷമാണ് ഈ കബോർഡിൻ്റെ ക്ലീനിങ്ങിനെ പറ്റി ചിന്തിച്ചത്. അപ്പോൾ അതിന് മുന്നേ ചെയ്യേണ്ടതായിരുന്നു ശരിക്കും ആ കബോർഡ് ക്ലീനിങ്. അതിന് ശേഷമാണ് ഫുൾ അടിച്ച് തുടച്ചെടുക്കേണ്ടത്. എന്തായാലും കുഴപ്പമില്ല, അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ ക്ലീനിങ് ഐറ്റംസും സോപ്പ്, ഹാൻഡ് വാഷ്, ഷാംപൂ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്.
പിന്നെ നമ്മുടെ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഇത് നമുക്ക് പല സംഭവങ്ങൾ ചില സമയത്ത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ചില സമയത്ത് നമുക്ക് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് വിടാൻ വേണ്ടി ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ചൂടുള്ള ഐറ്റംസ് ഒന്നുമല്ല, ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസൊക്കെ. പിന്നെ നമുക്ക് നമ്മുടെ പാത്രം വേറൊരു വീട്ടിൽ കൊടുത്തു വിട്ടിട്ട് തിരിച്ച് വാങ്ങേണ്ട കാര്യമില്ല, അത്ര നല്ലതല്ല. എന്നാലും നമുക്ക് അങ്ങനെ ഒരു യൂസ് ഉണ്ട്. ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും എല്ലാം കൊടുത്തു വിടണമെങ്കിൽ ഇങ്ങനെ ഡിസ്പോസിബിൾ ഐറ്റംസ് യൂസ് ചെയ്യാവുന്നതാണ്. പല ഷേപ്സിൽ വരുമല്ലോ, നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് പല ഷേപ്സിലാണ് നമുക്ക് ഇങ്ങനെയുള്ള പാത്രങ്ങൾ കിട്ടുന്നത്. അപ്പോൾ കുറേ യൂസ് ചെയ്യും, പിന്നെ കുറേ ആകുമ്പോൾ നമ്മളതെന്തായാലും എടുത്ത് കളയും. അപ്പോൾ ചില സമയത്ത് നല്ല യൂസ്ഫുൾ ആവാറുണ്ട് ഇങ്ങനത്തെ പാത്രങ്ങൾ. ഇത് ഫ്ലൈ ക്യാച്ചറാണ്, നമ്മുടെ ഗുഡ് ബൈ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ ഈ സംഭവം. നല്ല ബ്രാൻഡാണ്. അതുപോലെ ഈ ഈച്ച കൂടുതലുള്ള സമയത്ത് നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഇപ്പം ഹൈപ്പർ മാർക്കറ്റിൽ ഇത് അവൈലബിൾ അല്ല. കുറേ നാളായി നമ്മൾ അന്വേഷിക്കുന്നു. ഈച്ച കൂടുന്ന സമയത്തൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്ന ഒരു സംഭവമാണ്. ഇനിയിപ്പം വേറെ ഏത് സ്റ്റോറിലാണ് അത് കിട്ടുക എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളുടെ സവാള, പൊട്ടറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എടുത്തു വെക്കുന്ന ഒരു സ്റ്റാൻഡാണിത്. അപ്പോൾ ഇതും ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റാൻഡ് കിച്ചണിൽ വെക്കാനുള്ളൊരു സൗകര്യം ഇല്ല എനിക്ക്. അപ്പോൾ എൻ്റെ കിച്ചൻ്റെ ഇപ്പുറത്ത് ഉള്ള ഒരു യൂട്ടിലിറ്റി റൂമുണ്ട്, ഒരു ചെറിയ റൂം. ആ ഒരു റൂമിലാണ് ഈ സംഭവങ്ങൾ എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ കൗണ്ടർ ടോപ്പിൽ വെക്കണം. അപ്പോൾ അതെനിക്കൊരു അസൗകര്യം ആയതുകൊണ്ട് ഇവിടെ സ്ഥലം ഉള്ളതുകൊണ്ട് ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് സവാള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പൊട്ടറ്റോ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം തന്നെ കുറച്ച് മെസ്സിയായി കിടന്നിരുന്നത് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു. എന്നാലും നല്ലൊരു സാറ്റിസ്ഫൈയിങ് ജോലിയായിരുന്നു. അതെല്ലാം അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഒരു സമാധാനം. സാധനങ്ങളെല്ലാം തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് ക്ലീനായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് സമാധാനമാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ഡിന്നർ അറേഞ്ച് ചെയ്ത ഒരു കാര്യവും പിന്നെ ഈ ഒരു ഏരിയയുടെ ഒരു ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് കാണിക്കാനാണ് ഇന്ന് വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.